പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു ഇരട്ടി മധുരത്തിൻ്റെ ദിനമാണ്. കാരണം എന്താ? ഒന്നാമത്തേത്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മളിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ, നമ്മുടെ മാതാവായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഇപ്പോൾ ഇന്ന് കൃപയുടെ ദിനമാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് യാചിക്കാൻ പോവാണ്. പരിശുദ്ധ അമ്മേ, എൻ്റെ ഭാരതത്തെ, എൻ്റെ രാജ്യത്തെ അമ്മ എല്ലാ കൃപകളാലും നിറയ്ക്കപ്പെടാൻ, എല്ലാ നന്മകളാലും നിറയപ്പെടാൻ, സാഹോദര്യവും കൂട്ടായ്മയും സഹവർത്തിത്വവും ഒക്കെ ഉണ്ടാകാൻ അമ്മയുടെ തിരുസുതനോട് യാചിക്കണമേ എന്ന് നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണോ? എൻ്റെ ഉള്ളിൽ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാൻ കഴിയാവുന്നുണ്ടോ? എൻ്റെ ഈ നാട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഭരണഘടന അനുശാസിക്കുന്ന പ്രഖ്യാപിതമായ നിയമങ്ങളും അവകാശങ്ങളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടോ? എൻ്റെ മതം പ്രഘോഷിക്കാൻ, എൻ്റെ മതത്തിൽ ജീവിക്കാൻ, വിശ്വസിക്കാൻ, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കാൻ, അതിനൊക്കെ എനിക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം, ധ്യാനിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തം അനുഭവിച്ചറിയുന്നുണ്ടോ? ഏതെങ്കിലും ചങ്ങലകളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, വെറുപ്പിൻ്റെ, ദുരാശകളുടെ, ഗോസിപ്പിൻ്റെ, തെറ്റായ ബന്ധങ്ങളുടെയൊക്കെ ചങ്ങലകൾ, അടിമത്തവും എനിക്കുണ്ടോ? പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 4:4 പറയുമല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെ ഉള്ളിൽ കർത്താവുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ളവനെ നമുക്ക് വിളിക്കാം, അവനെ അനുഭവിച്ചറിയാം, അവനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വെളിയിലുള്ള എല്ലാ നിരാശയുടെ ഘടകങ്ങളും, ഉള്ളിലുള്ള എല്ലാ പൈശാചികമായ ബന്ധനങ്ങളും നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് തകർത്ത് എറിഞ്ഞു കളയും. നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.